സംജിത ഓർ ദീപക് ആരാണ് ശരി? ഇപ്പൊ കേരളം മുഴുവൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾ വേഴ്സസ് പെണ്ണുങ്ങൾ. തീരം ബസ് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ യോഗ പഠിക്കുമെന്നാണ് കേട്ടത്. ഇതേതുതരം യോഗ? ഇതിന്റെ ആവശ്യം എന്തുവാ? ഏതായാലും കൊണച്ചവട കൈ വന്നു കഴിഞ്ഞാൽ വെട്ടിമാറാൻ. പിന്നെ ഇൻസ്റ്റാഗ്രാം ആണല്ലോ ഇപ്പോഴത്തെ കോടതി. എന്തേലും അപരാധം കാണിച്ചിട്ട് ഒരു ക്യാമറ തൂക്കിട്ട് റീൽ ഇട്ടാ വൗ, ലോകത്തെ ഏറ്റവും തെണ്ടിയും അപരാധിയുമായ മുണ്ടകൾ റീലിട്ടാൽ പരിശുദ്ധാത്മാക്കളായി മാറും. കമന്റ് സെക്ഷനിൽ ഒരു റീല് കണ്ടിട്ട് മാത്രം ഒരു മനുഷ്യന്റെ ജാതകം എഴുതാൻ വേറെ മുണ്ടകളും അണിനിരക്കും. ആദ്യത്തെ ബസ്സിൽ മാത്രം കാണപ്പെടുന്ന ജന്തു സംജിത. വലിയ ആളാ. നമുക്കിത് കുറച്ച് കഴിഞ്ഞ് കാര്യമായിട്ട് പരിചയപ്പെടാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കൃമിയുണ്ട്, അപ്സ. എനിക്ക് വീഡിയോ സത്യം പറഞ്ഞ ഇഷ്ടമായി, കണ്ണടച്ച് കേട്ടപ്പോ. പാട്ട് കൊള്ളാം. അപ്സ മ്യൂസിക് ലവർ ആണെന്ന് തോന്നുന്നു. ഞാൻ അപ്സയ്ക്ക് ഒരു പാട്ട് സജസ്റ്റ് ചെയ്യട്ടെ. അപ്സ ഈയിടയ്ക്ക് ഫേമസ് ആയി. ബസ്സിൽ കയറിയിരുന്ന ഒരു കൊച്ചാട്ടനെ അലട്ടി വീഡിയോ പിടിച്ചു. അതെടുത്ത് കോടതി ഇൻസ്റ്റയിലേക്ക് ഇട്ടു. ഞാൻ കണ്ടോ ആദ്യം അപ്സയ്ക്ക് സപ്പോർട്ടായിരുന്നു. കാരണം എന്താ, ഇതിനൊരു പട്ടിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആദ്യം ഫ്രണ്ട്സ് അല്ലേ കാണത്തുള്ളൂ. അവര് മനസ്സിൽ തെറി വിളിച്ചിട്ട് ഫുൾ സപ്പോർട്ട് ചേച്ചി കലക്കി ഇങ്ങനെ ഒരു കമന്റ് അങ്ങ് ഇടും. പിന്നെ വെളിയിലുള്ളവർ കണ്ടു. വെളിയിലുള്ളവർ കണ്ടപ്പോ അപ്സയുടെ ആപ്പ് തെറിച്ചു. ഈ വീഡിയോ കേരളം മൊത്തം കാണുകയുണ്ടായി. ഈ സീക്വൽ കേരളം മൊത്തം തന്തയ്ക്ക് വിളിച്ചു. നാലും അപ്സ തെറുത്തുവോ എവിടാ? ഒന്നെങ്കിൽ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ അതുകൊണ്ട് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ബസ്സിലെ CCTV ചെക്ക് ചെയ്തിട്ട് സ്വന്തം മകൻ ന്യായീകരിക്കുക. അപ്സ അത് ചെയ്യുക. അപ്സ 2 വീഡിയോ പിന്നെയും ഇട്ട് 2ലും തന്തയ്ക്ക് വിളി മേടിച്ചു. ഹായ്, ഞാൻ അപ്സ കേറജി. നിനക്ക് അറിയായിരിക്കും. പിന്നെ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരി മേടിക്കാൻ തന്നെയാ. കൊച്ചാട്ടന്റെ കുളത്തിലടിച്ചിട്ടാവരുത്. ബസ് ഇരുന്ന് റേഷൻ കട പോയ കൊച്ചാട്ടന്റെ കുളത്തിലടിച്ചിട്ടായിരിക്കരുത് നിന്റെ അരിമേടിയിൽ എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ? ഓ പറഞ്ഞു. അതത്ര ശരിയായിട്ടില്ല. അതെന്താ അത്ര ശരിയാവാത്ത? ഇട്ട വീഡിയോയ്ക്ക് ചെവിടും മൂടും ഒന്നും ഇല്ല. എന്നിട്ട് വീഡിയോയ്ക്ക് മുമ്പ് പിമ്പ് എന്ത് നടന്നെന്ന് അറിയാൻ നമുക്ക് കഴിവില്ല. പിന്നെ എന്തോ ചെയ്യണം? ദേഷ്യം വരുമോ? റിയാക്ഷൻ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാം ഗുരുക്കളും. എനിക്ക് ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് പക്ഷെ അത് എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. എന്റെ കയ്യിൽ പൈസയും ഇല്ല. അതിനർത്ഥം ഈ റിയാക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഞാൻ ചോദിച്ചോട്ടെ, റിയാക്ഷൻ വീഡിയോ ഇട്ടവരുടെ പേര് കേസ് കൊടുക്കാമെങ്കിൽ ബസ്സിൽ വെച്ച് കയറി പിടിച്ച് അവിടെ പേര് കേസ് കൊടുക്കാൻ എന്താ പറ്റത്തില്ലേ? അത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതൊക്കെ ഞങ്ങളുടെ തലച്ചോറ് മെയിൻ ആള് അവരാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇവിടെ ഈ 26 സെക്കൻഡത്തെ വീഡിയോ കാരണം ഒരാളെ ജീവനാ പോയത്. ആദ്യം വൈറലാവാൻ നോക്കുന്നു, പിന്നെ വൈറലാവുന്നു, പിന്നെ എയറിലാവുന്നു, ഇപ്പൊ ജയിലിലായി. പക്ഷെ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് കുട്ടി സ്മാർട്ടാ, പഠിക്കാൻ നല്ല മിടിക്കാന്ന് പറഞ്ഞ് ഇറക്കി വിടും. അവള് പറയുന്നത് അവൾ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടു എന്നതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ്. പക്ഷെ ആൾ ഒളിവിലായിരുന്നു 2-3 ദിവസം. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ വീഡിയോയിൽ ചെറുതായിട്ടെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അയാൾ ശരിക്കും അവളെ ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ട്? എന്നാലില്ല. ദീപകിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് 2 കൈ കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് പൊക്കി പിടിച്ചത്. അല്ലാതെ ഈ കൈ ഇങ്ങോട്ട് വന്നതല്ല. 2 കൈയും ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. പിന്നെ ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവല്ലോ. ഞാൻ ആക്രമിക്കപ്പെടുവാണ്, എന്നെ ആക്രമിക്കുവാണ്. തൊലിച്ചോണ്ട് നിന്ന് ആർക്കും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ആക്രമിക്കപ്പെടുന്നത് ആർക്കും അവരുടെ ബോഡിയിൽ ഒരാൾ റോങ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ ചിരിച്ചോണ്ട് നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ചിലർ അഭിനയം പോയി പഠിക്കും, ചിലർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കും, ചിലർ ബസ്സിനകത്ത് കയറി അഭിനയിക്കും. ചെറുക്കനല്ലേ, ചോദിക്കാനും പറയാനൊന്നും ആരും വരത്തില്ല, അവന്റെ ജീവിതം നശിപ്പിച്ചേക്കാം. അവള് പറയുന്നത് അവൾക്ക് നീതി വേണോ? നീതി ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടോണ്ടല്ല വരുന്നത്. ഫേമസ് ആവണമെങ്കിൽ ഒരു വഴിയുണ്ട്, കഴിവ്. അത് അവിടെ തലയിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാ. അപ്പൊ കണ്ടുപിടിച്ച വഴിയാണ് വല്ലവന്റെ ജീവിതം നശിപ്പിക്കുക, കയറി വരിക എന്നുള്ളത്. അവിടെ മനസ്സിനെക്കാട്ടി വൃത്തിയുണ്ടായിരുന്നു ആ ബസ്സിന്റെ ടയറിന്. ശരിക്കുള്ള വിക്ടിംസ് ശരിക്കും അനുഭവിച്ചൊരു സംസാരിക്കാൻ നേരം വരെ അവരുടെ ശബ്ദം ഇടണം. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, ക്യാമറ ആംഗിൾ ചെക്ക് ചെയ്യുമായിരുന്നു ആക്രമിക്കപ്പെട്ടപ്പോ. ഇതെന്തുവാ? 2-3 കേസ് വന്നപ്പോഴേക്കും അവന്മാർക്ക് കാർഡ്ബോർഡ് ഇല്ലാതെ ബസ് ഇരിക്കാൻ പറ്റത്തില്ല. ഇത്ര കാലം ഇവന്മാരൊന്നും വേറെ ന്യൂസ് ഒന്നും കണ്ടില്ലാന്ന് തോന്നുന്നു. ഇതിനെ പറ്റിയുള്ള കേരളത്തിലെ ആമ്പിള്ളാരുടെ റിയാക്ഷനിൽ ചിലർക്ക് അത്ര സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കേരളത്തിലെ ആമ്പിള്ളാരാണോ തെറ്റുകാര്? നമുക്ക് അതിലേക്ക് മടങ്ങി വരാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇതിന് ശേഷം നടന്നു ഒരുത്തി ഇങ്ങനെ കാണിച്ചു. എന്താണ് ഇത്? ആണിയൊക്കെ കയറ്റി വെച്ചോണ്ട് വരുന്നു ബസ്സിനകത്ത്. കാർഡ്ബോർഡ് പീസ് ചിറകൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. ഇൻസ്റ്റഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന തെരുവ് ഈ ബസ്സിൽ പ്രവേശനമില്ല. ബസ്സുകാർക്ക് തന്നെ പരിപാടി മതിയായി തുടങ്ങി. എന്നാൽ ഇതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. ബസ്സിനകത്ത് കയറി ചിത്രീകരിക്കുന്നത് ഇല്ലീഗൽ ആക്കണം. പക്ഷെ ബസ്സിനകത്ത് CCTV ക്യാമറ വെക്കണം. പ്രശ്നം സോൾവ് ആയല്ലോ. ലോട്ട്സ് ഓഫ് സീറ്റ് ബട്ട് ക്യാൻ സിറ്റ്. ഒരുപാട് സീറ്റ് ഉണ്ട്, പക്ഷെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? സൈഡിലെല്ലാം പെമ്പിള്ളാർ ഇരുന്നുകൊണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവരും തർക്കിക്കുമായിരിക്കും, എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെയല്ല. ശരിയാ, എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെയല്ല. പക്ഷെ എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെയല്ല. എങ്ങാനും നമ്മൾ ഇരിക്കുന്നിടത്തെ പെമ്പിള്ളാർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ തീർന്നില്ലയോ? നേരത്തെ സ്ഥലപ്പേരൊക്കെ ആയിരുന്നു വിളിച്ചു പറയുന്നത്. ഇപ്പൊ തട്ടാൻ പറ്റത്തില്ല, മുട്ടാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ പിള്ളേർക്ക്
ഇതെന്തുവാണത്? ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതിന്റെ ഇപ്പുറത്ത് ബസ്സിൽ ഇരുന്ന് വാണ പഠിക്കാനും സ്ത്രീകളെ തൊടാനും പിടിക്കാനും വരുന്നവന്മാർക്കും പ്രവേശനം ഇല്ലെന്നും കൂടെ എഴുതായിരുന്നു. നല്ലൊരു ഐഡിയ ആണല്ലോ. ഇതൊക്കെ കണ്ടപ്പോൾ ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇതൊന്നും. ചിലരൊക്കെ പറയുന്നത് ന്യായമാണ്, നമുക്ക് കേട്ടാ മനസ്സിലാവും. പക്ഷെ ചിലരൊക്കെ പറയുന്നത് അന്യായമാണ്. കുണ്ടി കൊണ്ട് പോലും കേൾക്കാൻ കൊള്ളത്തില്ല ചിലരൊക്കെ പറയുന്നത്. സംസാരം കേട്ടാലേ നമുക്ക് ഭ്രാന്ത് പിടിക്കും. സൈബർ ബുള്ളിങ് വരുമെന്ന് പേടിച്ചിടങ്ങൾ ആത്മഹത്യ ചെയ്ത് കാരണം വേറെ പെൺകുട്ടിനെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു ആ പെണ്ണിനെ സൈബർ ബുള്ളി ചെയ്യരുത്, അപ്പൊ എന്നെ ആത്മഹത്യ ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നിങ്ങളെല്ലാം കൂടെ എന്നെ സൈബർ ബുള്ളി ചെയ്യുന്നു. ഇതെന്താണ് ഇവിടെ വ്യത്യാസം ഉള്ളത്? ഇവിടുന്ന് ഈ ചേച്ചി ആരാന്ന് എനിക്കറിയാം. സ്വതവേ ആണുങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെ ബേസിക് ആയിട്ട് ഇഷ്ടമല്ല. പറയുന്നേട്ടാ അവള് പാലും പഴം നിന്ന് വളർത്തിയിട്ട് പറഞ്ഞാൽ കേൾക്കാതെ നടക്കുമെന്ന് ആമ്പിള്ളേരല്ല. ചേച്ചി ആമ്പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങ് തുടങ്ങി. ഞങ്ങളെ മൂത്രം വയ്ക്കാനും അപ്പ് ഇടാനും ഒക്കെ ആദ്യം തൊട്ട് പഠിപ്പിക്കും. ആണുങ്ങളെ തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ഒരാളാണ്. മൈക്കെടുത്ത ഒബ്ലാക്കാട്ടൊക്കെ ഒരു കൊട്ടു കൊറാ. എന്തുകൊണ്ടാ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ പേഴ്സണലി? സത്യം നമ്മൾ ഈ ആമ്പിള്ളേരെ പുറകെയൊക്കെ നടക്കും, എന്നിട്ട് ആമ്പിള്ളേർക്ക് നമ്മളൊരു സ്നേഹവും ഇല്ല. കുറച്ച് എങ്ങനെ ഉള്ള ഒരു പ്രശ്നം. എനിക്ക് ആമ്പിള്ളേരെ ഇഷ്ടമല്ല, എനിക്ക് ആമ്പിള്ളേരോട് വെറുപ്പാണ്. പക്ഷെ ഞാൻ ആമ്പിള്ളേരുടെ പുറകിന് നടക്കും. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ തിന്നാനും ആമ്പിള്ളേരെ കുറ്റം പറയാനും മാത്രം വാ തുറക്കുന്നതുകൊണ്ടാണ് ആമ്പിള്ളേർക്ക് ആർക്കും ഇഷ്ടമല്ലാത്തത്. ഈ ഗോട്ട് ഇറ്റ്. പിന്നെ ഇയാളുടെ മരണം നടന്ന ഉടനെ തന്നെ എല്ലാരും കൂടെ അതങ്ങ് വിധി എഴുതി നിരപരാധിയായി ഒരുത്തനെ കൊന്നു. നിരപരാധിയാണെന്ന് അയാൾ പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ആണോ വിധിക്കുന്നത്? എന്നാലോചിക്കണം, ഇവളൊരു വീഡിയോ ഇട്ട് ഇയാള് തെറ്റുകാരനാന്ന് ഉടനെ അങ്ങ് പ്രഖ്യാപിച്ചു. ലോകത്തിൽ ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഫീലിംഗ്സിൽ ഒന്നാണ് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത്. പക്ഷേ നിരപരാധിയാന്ന് വിധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് എന്താ അധികാരമുള്ളത്? അപ്പൊ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ഉറപ്പില്ലാതെ ഒരാളുടെ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? 50-50 ചാൻസ് ആണ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഒരു സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ വരെ ആ സ്ത്രീയുടെ മൊഴി മാത്രം മതി. അണ്ണാക്കിലോട്ടിട്ട് വെടി വെച്ച് അങ്ങ് തീരട്ടാ. ഞാൻ ഇങ്ങനത്തെ നിയമം ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെ ആൾക്കാർ അത് മുതലെടുക്കാതിരിക്കും? ഒരു പെണ്ണിന് ഒരു ചെറുക്കനോട് എന്തെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ മൊഴി മാത്രം മതി ആ ചെറുക്കനെ പെടുത്താൻ. നമ്മള് നോട്ടം കൊണ്ട് വരെ സ്ത്രീകള് അനുഭവിക്കുന്ന കാലമാണിത്. അതായത് ഞാൻ ട്രെയിനിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. കംഫർട്ടബിൾ അല്ലാതായി മാറുന്നു. അവരെ ആരും ന്യായീകരിക്കുന്നില്ല. അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നവര് തെറ്റ് തന്നെയാണ്. അവർക്കെതിരെ പരാതി കൊടുത്തോ? സെക്ഷൽ അസോൾട്ട് നടക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഒറ്റ ഒരു വാക്ക് മാത്രം മതി. ഞാൻ ഒന്നും പറയുന്നില്ല. സെക്ഷൽ അസോൾട്ട് നടക്കുന്ന സമയത്ത് ശരിക്കും നടക്കുന്ന സമയത്ത് സ്ത്രീയുടെ വാക്ക് മാത്രം മതിയായിരിക്കും. പക്ഷെ നടക്കാത്ത സമയത്ത് സ്ത്രീയുടെ വാക്ക് മാത്രം മതി എന്ന് പറയുന്നത് പട്ടി വിലയില്ലയോ ആമ്പിള്ളേർക്ക് തരുന്നത്? ഓക്കെ, ശരിക്കും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ വാക്ക് മാത്രം മതി. ഉറപ്പായിട്ടും അങ്ങനെ ചെയ്ത ആൺകുട്ടി ശിക്ഷിക്കപ്പെടണം. പക്ഷെ ചില വാടിപ്പഴുത്ത ടീംസ് ഉണ്ടല്ലോ, നടക്കാത്തപ്പോഴും നടന്നു എന്ന് പറയും. അത് കേട്ട പാതി കേൾക്കാത്ത പാതി, ചെയ്യാത്ത കുറ്റത്തിന് ഇതുപോലുള്ള ടീംസ് ആമ്പിള്ളേരെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കാൻ തുടങ്ങും. പിന്നെ എല്ലാരും എനിക്കിത് റിയാക്ട് ചെയ്ത വീഡിയോ, ഇയാളുടെ മരണം അറിഞ്ഞപ്പോൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. ഞാൻ ഫസ്റ്റ് ഗ്ലാൻസിൽ കിടന്ന ലൈംഗിക അതിക്രമം നടത്തിയ ഒരാൾ മരിച്ചു എന്നാണ്. എനിക്ക് അതപ്പോൾ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമം നടന്ന ഒരാളാണല്ലോ. അപ്പം നമ്മുടെ നീതി പീഠത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ല. അങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇവിടെ ആൾക്കാർ ശരിക്കും എതിരെ നിൽക്കുന്നത് നീതിക്ക് വേണ്ടി പോരാടുന്ന പെൺകുട്ടികൾക്കെതിരെ അല്ല. നീതി അർഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് നീതി കിട്ടണം. പക്ഷെ ഈ നീതിയുടെ കൂട്ടത്തിൽ ലൈക്ക്, ഷെയറും, കമന്റ്, ഫോളോയും കോംബോ ഓഫർ കിട്ടത്തില്ല. അങ്ങനെയുള്ള ടീംസിനെയാണ് ആൾക്കാർ എതിർക്കുന്നത്. ശരിയാണ്, അയാൾ മരിച്ചു. ഇനി അയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ പെണ്ണിനെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പെണ്ണിന് സൈബർ ബുള്ളിങ് കേൾക്കാതിരിക്കുക എന്നുള്ളത്. സൈബർ ബുള്ളിങ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടു, എന്നിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോയി. കുറെ നേരം കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത്. ഓ, ക്ലാസ്. അപ്പൊ ഇങ്ങനെ അവൻ കോഴ്സ് ഒക്കെ എടുക്കേണ്ടി വരുമോ? ഞാൻ ജന്മന ഇങ്ങനെ ആയി പോകുന്നത്. ഇതുപോലുള്ള വേസ്റ്റ് ടീംസിനെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്താം. ഒന്നാമത്തെ കാര്യം, ഈ വിഷയം ഒരു മെൻ വേഴ്സസ് വുമൻ സംഭവം അല്ല. ഇത് കാരണം കുറെ പേര് മൊത്തം സ്ത്രീകളെ കുറ്റം പറയുന്നുണ്ട്. അത് തെറ്റാണ്. ആര് തെറ്റ് ചെയ്തോ അവര് ശിക്ഷിക്കപ്പെടണം. ശരിക്കും ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് മാത്രം അവരുടെ ഭാഗം ശരിയാകുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ ഈ കേസിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് പ്രൂവൺ ഈ നായ തെറ്റുകാരി തന്നെ. പക്ഷെ ഈ ഒരു കേസ് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സൈഡ് എഫക്ട് ആദ്യമേ തടയണം. ചിലപ്പോഴൊക്കെ ഒരു വ്യക്തി കുറ്റക്കാരനായിരിക്കും, ബട്ട് സ്റ്റിൽ എന്നാലും അവർ ആത്മഹത്യ ചെയ്യാം. ചിലപ്പോൾ അവർക്ക് പണിഷ്മെന്റ് കിട്ടുമെന്ന് പേടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ പബ്ലിക് എക്സ്പോഷർ പേടിച്ചിട്ടായിരിക്കും, ചിലർക്കാണ് ഓൾറെഡി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാണും, പ്ലസ് ഇമ്പൾസിവിറ്റി. ഇതൊരു ഇൻസ്പിറേഷൻ ആക്കി എടുത്താൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില തെണ്ടികൾ ഇനി ബസ്സിലിരുന്ന് ആരെങ്കിലും കയറി പിടിക്കും, ഇനി ആരെങ്കിലും മോശമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെളിയിൽ വിടാൻ പോകുവാന്ന് അവരെങ്ങാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഞാൻ പോയി ചത്ത് കളയും, ഞാൻ ചത്ത് കഴിഞ്ഞാൽ നിന്നെ സൊസൈറ്റി കുറ്റപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് സത്യസന്ധതയല്ല. ആസ് എ റിസൾട്ട് ശരിക്കും ഇരയാക്കപ്പെട്ടവർക്ക് അത് പുറത്തു പറയാൻ മടിയാകും. സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല, സംശയമില്ല. ഇമാതിരി സാധനത്തിനൊക്കെ ആരാ ഈ പരിപാടിക്കകത്തൊക്കെ വന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? അല്ല, ഈ പരിപാടിയുടെ തന്നെ ആവശ്യമൊന്നും ഇപ്പൊ നിലവിൽ. ഒരുത്തന്റെ മരണം വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന, ഡിബേറ്റ് ഉണ്ടാക്കുന്ന, ചാനലിൽ TRP വിടുന്ന എന്തൊക്കെ കാണണം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നല്ലതാവാനുണ്ട്. ഇക്വാലിറ്റിക്ക് വേണ്ടി മത്സരിക്കുന്നവരെല്ലാം ഈക്വൽ ആക്കാൻ നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്ക് ഈ വീഡിയോ കണ്ടോ. ടാറ്റാ.